ില്ല തങ്ങളെ ആധാറുകൾ, തങ്ങൾ എല്ലാ സ്ഥലത്തും ആധാറുകൾ സൂക്ഷിച്ചു പോയിട്ടുണ്ടല്ലോ. അങ്ങ് തങ്ങളെ ഷഅറെ മുബാറക്ക് തങ്ങളല്ലേ വിതരണം ചെയ്തത് നബിയെ, തങ്ങളെ കയ്യിൽ നിന്നല്ലേ വിതരണം ചെയ്തത്. ആ വിതരണം ചെയ്തത് സ്വഹാബാക്കൾ നാനാ ഭാഗത്ത് എത്തിച്ചിട്ട് പല സ്ഥലത്തും അതുണ്ട്. ഞങ്ങളെ നാട്ടിലേക്ക് ആ ഷഅറെ മുബാറക്ക് വന്നപ്പോൾ ഞങ്ങളെ ഈമാനിന്റെ ഭാഗമായി അന്ധമായി സനതും കിനതും പിനതും ഒന്നും നോക്കാതെ അന്ധമായി നബിയെ ഞങ്ങൾ തങ്ങളെ വിചാരിച്ചുകൊണ്ടാണ് ആ ഷഅറെ മുബാറക്ക് ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് പറയാം. ഞങ്ങളത് അംഗീകരിച്ചതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതെന്താണ് കാരണം? ബഹുമാനപ്പെട്ട നബിയെ, തങ്ങളെ ഷഅറെ മുബാറക്ക് കണ്ടപ്പോൾ അത് ഞങ്ങൾ ബഹുമാനിച്ചത്, തങ്ങൾ ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോയത്, തങ്ങൾ ഈ ലോകത്ത് വിതരണം ചെയ്തു പോയത് അത് ബഹുമാനപ്പെട്ട ഷഅറെ ബറക്കത്തിൻ്റെതാണ്. മറ്റുള്ളവരുടെ കൂടെ ഞങ്ങൾ കൂടിയാൽ ഞങ്ങൾ ഭയപ്പെട്ടു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിങ്ങൾ ഇവിടെ വിതരണം ചെയ്തു പോയി, ലോകത്തിന് വിതരണം ചെയ്തത് മാലിന്യമാണ് എന്ന് പറയാൻ, അത് കേൾക്കാൻ, അത് വിശ്വസിക്കാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമായില്ല നബിയേ. മുത്ത് നബി ലോകത്തോട് വിട പറയുമ്പോൾ മാലിന്യം വിതരണം ചെയ്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ഞങ്ങളെ നാവുകൊണ്ട് പറയാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറായില്ല എന്ന് നമുക്ക് മുത്തുനബിയോട് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് പറയാം. അപ്പുറത്തിരിക്കുന്നവരോട്, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുന്നത്, ഈ തിങ്കളാഴ്ചയും വരാൻ പോകുന്നു ബഹുമാനപ്പെട്ട റബീഉൽ അവ്വലിൻ്റെ ആദ്യ തിങ്കളാഴ്ച. നമുക്കറിയാമല്ലോ, മജ്മുഅ സഖാഫത്തുൽ ഇസ്ലാമിയയുടെ സമ്മേളനം നമുക്ക് 4-ാം തീയതി സമാപിക്കും. 1, 2, 3, 4, 5 കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടെ. അന്ന് പുലർച്ചെ 6 തിങ്കളാഴ്ച സുബ്ഹി കുണ്ടൂരിൽ നിന്ന് സമ്മേളനം കഴിഞ്ഞാൽ നമുക്ക് നേരെ എവിടേക്ക് പോയാൽ മതി? മർക്കസു സഖാഫത്ത് സുന്നിയ. ഷഅറെ മുബാറക്കിൻ്റെ മൗലിദ്, ബുർദ, നസീദ, മഹാന്മാർ മുഴുവനും ഇൻഷാ അല്ലാഹ് ആ ഷഅറെ മുബാറക്ക് മുക്കിയിരിക്കുന്ന വെള്ളം നമുക്ക് രോഗത്തിന് ശിഫയാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യം ഉണ്ടാകും. എന്തുകൊണ്ട്? അതിൻ്റെ പ്രചരണം നമ്മുടെ എതിരാളികൾ ഏറ്റെടുത്തത് കൊണ്ട്. അള്ളാഹു അവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞോളി. AP ഉസ്താദിൻ്റെ ആഫിയത്തിനും ദീർഘായുസിനും ഏറ്റവും ദ്വാർക്കുന്നത് മൂപ്പര ശത്രുക്കളാണ്. എന്തുകൊണ്ട്? ഓരോ റിസ്ക് നടക്കണമെങ്കിൽ ഉസ്താദ് ജീവിച്ചിരിപ്പ് വേണം. അതല്ലേ ഇവർക്ക് എന്താ വഅദ് പറയാനറിയാം, ഇവർക്ക് എന്താ പ്രസംഗിക്കാനറിയാം? ഒരു സംഗതി അറിയില്ല. വലിയോലും ചെറിയോലും ഒക്കെ അധ്യക്ഷനും സ്വാഗതവും ഉദ്ഘാടനവും വിഷയാവതാരകനും പ്രബന്ധക്കാരനും നന്ദിക്കാരനും ഒക്കെ കാന്തപുരത്തിൻ്റെ കാറിൻ്റെ ടയറ്, കാറിൻ്റെ ബ്രേക്ക്, കാറിൻ്റെ ക്ലച്ച്, കാറിൻ്റെ ഡിസ്ക്, കാറിൻ്റെ മറ്റത്, കാറിൻ്റെ പെയിൻറ്റ്, കാറിൻ്റെ നമ്പർ, ഇങ്ങനെ ഉസ്താദിൻ്റെ കുടുക്ക്, ഉസ്താദിൻ്റെ ഫോണ്, ഉസ്താദിൻ്റെ മറ്റത്, ഇങ്ങനെ ഇതല്ലാത്ത ഒരു വിവരവും ഇവരെ കയ്യിലില്ല. അതിങ്ങനെ പറയാം. പടച്ചോനെ, ഇയാളെങ്ങാനും പെട്ടെന്ന് എന്തെങ്കിലും ആയാലും നമ്മളെ കുട്ടികളെ റിസ്ക്കിൻ്റെ കാര്യം. അപ്പോൾ ഓരോ ഒറ്റയ്ക്ക് എത്ര ദ്വാരക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചത്? അപ്പം നമുക്ക് എന്താ, അപ്പം നമ്മളെ ഉസ്താദിൻ്റെ ദീർഘായുസിന് ദ്വാരക്കണ ഒരു കൂട്ടർക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ദ്വാരന്ന് കൊടുത്തൂടെ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറഞ്ഞുതരാം. അതെന്താ? മറ്റേ കൗമിൽ നേരത്തെ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ പോലത്തെ മഹാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു മസ്ലഹത്ത് ചർച്ചക്കൊക്കെ പോകാൻ വേണ്ടി പറ്റിയ നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് മസ്ലഹത്തിനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ നോക്കുമ്പം അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ പല പ്രാവശ്യം ചോദിച്ചു, അല്ല നിങ്ങൾ ഈ സമസ്തൻ്റെ 40 ആലിമീങ്ങൾ ആരാ? 40 ആലിമീങ്ങളെ പേരൊന്ന് വെളിപ്പെടുത്തി നോക്കണ്ടേ? സംഗതിയില്ല. അപ്പോൾ പിന്നെ ഞമ്മക്കെന്താണ്? അത്രയും ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഷയം AP ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നോക്കുമ്പോൾ ഉസ്താദ് ഒരു ദയാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു വല്ലാത്ത കൃപയാണ്. ഇപ്പോൾ കണ്ടങ്ങൾ ഇങ്ങനത്തെ ഒരാൾ ചീത്ത പറയുന്നത് അതാക്കണം മൂപ്പര ആ വിവരം തന്നെ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം തന്നെ മൂപ്പര അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ ഓർക്കാം, ചേകനൂരിനെ കൊന്നത് ഉസ്താദാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കോലാഹലം അവിടെ ഉണ്ടായി. എറണാകുളത്തേക്ക് CBI കോടതിയിലേക്ക് ഉസ്താദിനെ വിചാരണക്ക് കൊണ്ടുപോകാം. ആ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അന്ന് രാവിലെ ഞാനും കൂടല്ലൂരത്തെ KP ഹാജിയും കൂടിയിട്ട് ഉസ്താദിനെ കാണേണ്ട ഒരു ആവശ്യത്തിന് പോവുക. മുക്കത്ത് വെച്ചിങ്ങാണ്ട് പേപ്പർ വാങ്ങിയപ്പോഴാണ് അതിൽ കാണുന്നത് CBI കോടതിക്ക് ഉസ്താദിനെ കൊണ്ടുപോണ്.
അപ്പോൾ KPAG ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചു, അല്ല ആചാര്യ ഇന്നിപ്പോൾ നമ്മൾ ഉസ്താദിനെ കാണാൻ പോയിട്ട് ഇതൊന്നും പറയാൻ നിൽക്കുന്നത് ഒരു സുഖമല്ല എന്നാ ആചാര്യ. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഇതുവരെ എത്തിയില്ലേ, പോയി നോക്കാം. പണ്ട് വൈദ്യരും മോനും കൂടി മരുന്ന് വെക്കാൻ വേണ്ടി പോയി. അപ്പം നാരങ്ങളുള്ള നാട്ടിൽ ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞു, മോനെ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല, നാരങ്ങളുള്ള നാടാണ് ഇവിടെ, അപ്പം അതുകൊണ്ട് ഇവിടെ രോഗം ഉണ്ടാവൂല. അപ്പം വൈദ്യരെ മകൻ പറഞ്ഞു, ഇവിടെ നമ്മൾ നാരങ്ങൻ്റെ നാടാണ്, ഇവിടെ മരുന്ന് പിന്നെ രോഗമൊന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞാലും നാരങ്ങക്കല്ലേ ഔഷധമുള്ളത്, കുരു കുടുങ്ങിയ ആൾക്കാരുണ്ടാവും, ഓരോ ചികിത്സിക്കാർ എന്ന മാതിരി ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പോയി നോക്കാറുണ്ട്. ആർക്ക് ഉസ്താദിൻ്റെ അടുത്ത് എന്ന് നോക്കുമ്പോൾ മർക്കസിൻ്റെ എല്ലാവരും ഇങ്ങനെ സുബ്ഹാനല്ലാഹ്. അപ്പോൾ തൊട്ടടുത്ത ചാനലുകളിലൊക്കെ വാർത്ത തുടങ്ങിയപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ എന്നെ വിളിച്ച് കാണി ചോദിച്ചു, അല്ല നിങ്ങളെവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു, അയലോക്കത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നു, അവിടെ ചാനലിൽ ഉസ്താദിനെ പോലീസിക്കോ എവിടേക്കോ കൊണ്ടുപോകണ്ടോലോ, നിങ്ങളെവിടെയുള്ളത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്തൊക്കെ ഉണ്ട്, ഉസ്താദിൻ്റെ ഒപ്പം പോകണില്ല നിങ്ങൾ ചോദിച്ചു. പെണ്ണുങ്ങൾക്ക് വരെ പടച്ചോനെ, നമ്മളെ ഉമ്മാരും കുട്ടികളും ഗർഭത്തിലിരിക്കുന്ന കുട്ടി വരെ AP ഗ്രൂപ്പാണ്. പിന്നെ ഞാൻ അതിലിപ്പോൾ എൻ്റെ നിങ്ങളാരും എന്ത് എഴുതി വെച്ചിട്ടും കാര്യമില്ല, അത് കൂടെ ചെയ്യുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പോയി ഉസ്താദ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ മർക്കസിൻ്റെ കോലയമ്മക്കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കണേ. അപ്പോൾ KPAG കൂടല്ലൂരെ KPAG എന്നോട് പറഞ്ഞു, ഉസ്താദ് അറിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാനപ്പോൾ ആചാര്യോട് പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യാം ആചാര്യ, നിങ്ങൾ ആ പേപ്പറൊന്ന് കാണിച്ചു കൊടുത്തളി പറഞ്ഞു. ഞാൻ മൂപ്പരിങ്ങനെ നമ്മളെത്തുള്ള പേപ്പർ, അല്ല ഉസ്താദേ നിങ്ങൾ വിവരം അറിയില്ലേ? അവസ്ഥ എന്തേന്ന് വെച്ചു. അപ്പോൾ എന്തേന്ന് വെച്ചു, CBI നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയല്ല, ഞാൻ പോകുകയാണ്. അല്ലാഹു റബ്ബി. അപ്പോഴും ചിരിച്ചു, ആ സന്തോഷകരമായിട്ടുള്ളൊരു ചിരി. സുബ്ഹാന ജല്ല ജലാലുഹു. എന്തുകൊണ്ടത് സാധിക്കുന്നു? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ എന്ന് തുടങ്ങിയത് ഏകദേശം ഒരു 3 പതിറ്റാണ്ടായി ഈ കൗമ് AP ഉസ്താദ് അങ്ങനെ ഇങ്ങനെ കൊങ്ങനെ. ഇതല്ലാത്ത അതിന് തുടക്കത്തിൽ അത് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരായത്ത് ഓതി വെക്കും, ഒരു ബിസ്മിയൊക്കെ ചൊല്ലി വെക്കും, 10 സലാത്തൊക്കെ ചൊല്ലിയിട്ട് വെക്കും. എന്നിട്ട് AP ഉസ്താദിന് സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ആക്ഷേപം എത്ര വർദ്ധിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് പറഞ്ഞു, 15 വർഷമായി വഹാബികൾ ഓർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു. 10 വർഷമായി ഇവിടെ വേറുള്ളവരും ഒക്കെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞൊക്കെ തീർന്ന് അൽഹംദുലില്ലാ. നിങ്ങൾ ആ പറച്ചിലും കൂടി ഒരു ശക്തിയായി. നമ്മളിവിടെ ചെറിയൊരു സ്ഥലം ആ മലൻ്റെ മുകളിൽ വാങ്ങിയിട്ട് ചെറിയൊരു ഓലഷെഡ് അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. അത് പിന്നെ വാർപ്പായി, ഇപ്പം അത് വലിയ കെട്ടിടായി, ഇപ്പം പള്ളിയായി, ഈ സ്ഥലമായി. നിങ്ങളിഞ്ഞ് കുറച്ചും കൂടി എതിർക്കും. എന്നാൽ അള്ളാഹു തആല ബാക്കിയും കൂടി തന്നെങ്കിലോ അള്ളാഹു ഖൈർ തരട്ടെ. നമുക്ക് അത്രേ ഓർമ്മപ്പെടുത്താനുള്ളൂ. പണ്ട് നിങ്ങൾ ഞങ്ങളെ കല്ലെറിഞ്ഞു, ആ കല്ലെറിഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പം നമ്മളെ സ്ഥാപനമായി. കാരണം തറക്കല്ല് പോലെ ഇരുന്ന് കിട്ടിയതാണ്. എന്തായാലും എറിയുമ്പോൾ ഒരു വിസ്മിയും ചൊല്ലിയാൾ എറിയാക്കും. അപ്പോൾ ആ കല്ലിനൊരു പ്രത്യേകത ഉണ്ടാവും. ആര് വിസ്മി അല്ലാലും വിസ്മി റെഡി തന്നെയല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ എറിഞ്ഞോളി, ഞങ്ങൾ അവിടെയും തറക്കല്ലോളും. അതുകൊണ്ട് മക്കളെ ഈ വക ഇതൊന്നും പിന്നെ എന്താണെന്നറിയോ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെല്ലാം കൂടിയായി ഉസ്താദ് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പിന്നെ വിഷയം കിട്ടി പോലെ 40 മുഷാവറ മെമ്പർമാരെന്ന് തന്നെ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ ആൾ വേണ്ടേ, ആളില്ല. ഉസ്താദാണിച്ചാൽ ഭയങ്കര ദയുള്ള മനുഷ്യനല്ലേ. അപ്പോൾ ഒരു സക്കാഫിനെയാണ് കൊടുത്തു ഓൽക്ക്, ഒരു സക്കാഫിനെയാണ് കൊടുത്തു. ആ സക്കാഫിനെ ഓൽക്ക് കൊടുത്തത് നമ്മളൊരു പരീക്ഷണത്തിന് കൊടുത്തതാണ്. എന്താണെന്ന് വെച്ചാൽ സക്കാഫി ഖുത്ബ ഓതാൻ പാടില്ല, സക്കാഫി നിസ്കരിക്കാൻ പാടില്ല, സക്കാഫി ഇവിടെ കാണാൻ പാടില്ല, സക്കാഫിനെ നാട് കടത്തും, സക്കാഫിനെ പിരിച്ചുവിടും, സക്കാഫി പള്ളി കയറിയാൽ പള്ളി കഴുകും, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം. അപ്പോൾ ഒരു സക്കാഫിനാണ് കൊടുത്തപ്പം ഭയങ്കര സ്വീകരണം സക്കാഫിക്ക്. സക്കാഫിക്ക് അവിടെ അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പം 2ാമത്തേനെയും കൊടുത്തു. അംഗീകാരം ഉണ്ട് എന്ന് കണ്ടപ്പോൾ 3ാമത്തേനെയാണ് കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവം കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നമ്മളേതായാലും സക്കാഫികൾക്ക് വേണ്ടി AP ഗ്രൂപ്പിന് വേണ്ടി അല്ലാഹു അക്ബർ പറയും. ഇപ്പം മറ്റോരും പറഞ്ഞു അല്ലാഹു അക്ബർ, സക്കാഫി വരുന്നു. ഒരു വണ്ടിയാണ് പോയപ്പം അപ്പോൾ അത് സക്കാഫിയല്ല, 2ാമത്തേന് അതും സക്കാഫിയല്ല, 3ാമത്തേന് അല്ലാഹു അക്ബർ അല്ലാഹു. ഉളുഹിയ്യത്തിനും കൂടി ഇങ്ങനത്തെ തക്ബീർ നമ്മൾ കേട്ടിട്ടില്ല. ആ ജാതി തക്ബീർ ആർക്ക്? സക്കാഫികൾക്ക്. അപ്പോൾ ഉസ്താദിനും തോന്നി എന്നാൽ കുറച്ചാളെയാണ് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ എത്ര എണ്ണത്തിനായി?
ഇൻഷാ അള്ളാ ഞങ്ങൾ നിങ്ങൾക്ക് ആളെങ്ങനെ തരും. തന്ന് 40 പൂർത്തിയാകുമ്പം 2 സമസ്തി ഒന്നാകും. AP ഉസ്താദ് നേതാവായിരിക്കും. അവിടേക്കാണ് കാര്യം പോണത്. അതുകൊണ്ട് അതാകണത് വരെ നമ്മളെ കുട്ടികൾ ചാടിക്കളിച്ചാൽ നിൽക്കണ്ട, നിങ്ങളൊന്ന് ക്ഷമിക്കും. നമ്മളെ കുട്ടികൾ ഇതിനെപ്പറ്റി അന്തല്ലാതെ ചില കാപ്പി അങ്ങോട്ട് പോയാൽ എത്രണ്ട് പേര് 10,000 ഒന്നിനാണ് കൊടുത്തതാണ് പോയതാന്ന് വിചാരിച്ചങ്ങൾ. പിന്നെ എന്താണെന്നറിയങ്ങൾ ഓരോരോ സംഗതിയിൽ ചാരിയത് മണക്കുന്നതാണ്. നമ്മളൊപ്പം നിന്നപ്പം ഇറ്റങ്ങളൊക്കെ അല്ലാ സുബ്ഹാനല്ലാ സല്ലല്ലാ ഖുൽ ഹുവല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെയുണ്ട്. ഇനി ഓരോ കേന്ദ്രത്തേക്കാണ് പോയി പെട്ടു നോക്കുമ്പം അവിടുന്ന് കേൾക്കണതൊക്കെ ഇങ്ങനെ ഓരോരോ വേണ്ടാത്തതാണ്. ഞാൻ വേണ്ടാത്ത വർത്താനം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ചാരിയത് മണക്കുന്നുള്ള രീതിയിൽ ഈ കുട്ടികളുമൊക്കെ ചിലതെന്താകാണ് ഓരോരുത്തന്ന് കേട്ടത് പറഞ്ഞു പോവുകയാണ്. ഒരു ബേജാറും ആവണ്ട. ഇൻഷാ അള്ളാ അപ്പുറത്തെ സമസ്ത 40 സക്കാഫികളെ കൊണ്ട് പൂർത്തിയാകും. അപ്പം ഇപ്പുറം തന്നെയായിരിക്കും. അപ്പം നമുക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ നല്ല രീതിയിൽ നടത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറച്ചൊന്ന് കാത്തു നിൽക്കും മക്കളെ, നിങ്ങളെന്താ തിരക്കൂട്ടാൻ നിൽക്കണത്? അപ്പം അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അന്തിമ വിജയം അത് ദീനിനായിരിക്കും. ദീൻ അത് വിജയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഇവിടെ ഉസ്താദിൻ്റെ അംസുസ്താദിൻ്റെ നേതൃത്വത്തിൽ പരിപാടി ഞാൻ ഓർക്കാണ്. നിലമ്പൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നടന്ന് യാത്ര ചെയ്യല്ലാതെ വാഹനത്തിൽ പോകാൻ സൗകര്യമില്ല. നിലമ്പൂർ ടൗണിൽ നിന്ന് ചാലിയാർ പഞ്ചായത്തിലേക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ 25 കൊല്ലം മുമ്പ് നടക്കണം. അങ്ങോട്ട് മൂത്തേടം പഞ്ചായത്തേക്ക് പോകണമെങ്കിൽ നടക്കണം. ഇങ്ങോട്ട് കൂരാടുക്ക് അമരമ്പലം പഞ്ചായത്തേക്ക് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ നടക്കണം. എവിടെ പോകണമെങ്കിലും പാലങ്ങളില്ല, യാത്രാ സൗകര്യമില്ല, വാഹന സൗകര്യമില്ല. നടന്ന് പോയിട്ടാണ് മജ്മഅന്റെ തുടക്കകാലത്ത് നമ്മൾ പ്രവർത്തിച്ചത്. അന്ന് ഒരു ചെറിയ ഓല ഷെഡ് കെട്ടിയിട്ട് അതിൽ 40 കുട്ടികളെ കൊണ്ട് മജ്മഅ തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ബഹുമാനപ്പെട്ട ഷേഖുനായ AP ഉസ്താദ് അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, 2 മഹാന്മാരും കൂടി ആ മലമുകളിൽ വന്നു. ആ കാടായ സ്ഥലത്ത് ഞാൻ ഇന്നും ഓർക്കും, താജുൽ ഉലമക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സൗകര്യമുള്ള സ്ഥലം ഇല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ മലമുകളിൽ ഞാൻ ഒരു തോർത്തുമുണ്ട്, ഒരു അലക്ക് തോർത്തുണ്ടല്ലോ, ആ മറ്റേ തോർത്ത് ആ ചെട്ടിയമുണ്ടുണ്ടല്ലോ, അത് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. ആ വലിയൊരു ചെട്ടിയമുണ്ട് മലൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തു. അതിലാണ് ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് ചെയ്ത് അതിലാണ് നിസ്കരിച്ചത്. അങ്ങനെ മജ്മഅ തുടങ്ങിയത്. അന്ന് തങ്ങളുപ്പാപ്പയുടെ കൈകൊണ്ട് പിന്നെ കോളേജിനും AP ഉസ്താദിൻ്റെ കൈകൊണ്ട് പള്ളിക്കും തറക്കല്ലിട്ടു. 24 വർഷം ഈ ഡിസംബർ 10 പൂർത്തിയായി. 25 കടക്കുകയാണ്. ഇപ്പോൾ 25ാം വാർഷികം ജനുവരി 1, 2, 3, 4 തീയതിയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, AP ഉസ്താദ്, ഖലീൽ തങ്ങൾ, നമ്മുടെ മഹാന്മാരായ എല്ലാ ആളുകളും 1-ാം തീയതി തുടങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി അതേപോലെ തന്നെ തുടങ്ങിയ വലിയ ആളുകൾ വലുത്തൂർ തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങും. 2-ാം ദിവസം വെള്ളിയാഴ്ച രാവ്, അതേപോലെ തന്നെ റബീഉൽ അവ്വലിൻ്റെ ആദ്യ രാവ്, അന്നാണ് ദിക്ർ ദുആ സമ്മേളനം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 4 ദിവസം വിദ്യാഭ്യാസ സമ്മേളനം, ദേശീയോദ്ഗ്രന്ഥന സമ്മേളനം, 1000 മുതഅല്ലിമീങ്ങൾ ചേർന്നുകൊണ്ടുള്ള മുതഅല്ലിം സമ്മേളനം, ഇതൊക്കെ നടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇന്ന് മജ്മഅ ദഅവ കോളേജ്, മജ്മഅ ശരീഅത്ത് കോളേജ്, മജ്മഅ യതീം ഖാന, മജ്മഅ അഗതി മന്ദിരം, മജ്മഅ ബോർഡിംഗ് മദ്രസ, മജ്മഅ ഇംഗ്ലീഷ് സ്കൂള്, മജ്മഅ ITI മജ്മഅന്റെ കീഴിലായി സ്ഥാപിച്ച 54 പള്ളികൾ ഈ കിഴക്കൻ എറണാട്ടിലുണ്ട്. മജ്മഅന്റെ കെയർ ഓഫിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട്, അവിടുത്തെ പ്രാർത്ഥന കൊണ്ട്, താജുൽ ഉലമയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം സാധിച്ചതാണ് മുത്തു മുഅ്മിനുകളെ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഇവിടെ 2 തരം ചിന്താഗതിയാണുള്ളത്. ഒന്ന് ഈച്ചയുടെ സ്വഭാവം. ഈച്ച എന്താണ്? ഇപ്പം ഈ ഭാഗത്തെങ്ങാണ്ടും മഞ്ഞപ്പറ്റി ആകണമെന്നില്ല, ഈ അളങ്കൂർ പഞ്ചായത്തല്ലത്, ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു ഈച്ച ഉണ്ടെങ്കിൽ
ആ ഈച്ച ഇവിടെ ആരെങ്കിലും ഒരാൾ ചെരുപ്പ് പുതിയത് വാങ്ങിയിട്ടപ്പോൾ കാലുമ്മ ചെറിയൊരു പൊട്ടലുണ്ട്, ഒരു തൊലി ഇങ്ങനെ അരിങ്ങിയിട്ടുള്ളൂ. ഒരു ഈച്ച ഉണ്ടെങ്കിൽ പറന്ന് വന്ന് ആ തൊലി പൊട്ടിയടുത്ത് വന്ന് അതിങ്ങനെ സ്പീഡിൽ കറങ്ങി അതിൽ നിന്ന് ആ ചീഞ്ഞ ചലം എടുത്ത് അത് പ്രസിഡന്റിൻ്റെ കവളത്ത്, മറ്റവൻ്റെ നെറ്റിമല്, മുത്തവല്ലിൻ്റെ മൂക്കമ്മല്, ഇതൊക്കെ വെക്കണ ജോലിയാണ് ആർക്ക്? ഈച്ചക്ക്. ഇത് ഈച്ചയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം ഊട്ടപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അത് അങ്ങിങ്ങായി നാം കാണുന്നുണ്ട്. ആ ഈച്ചകൾ അവരുടെ പണിയെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈച്ചയുടെ ജോലിയല്ല. ولا تكن كذباب بالجروح وقع دون الصحاح من الأعضاء مستلما. ശരീരത്തിൽ എത്രയോ നല്ല നല്ല അവയവങ്ങളുണ്ട്, അവിടെയൊന്നും ഈച്ച ഇരിക്കുകയില്ല. എവിടെയുണ്ട് പുഴുത്തത്, എവിടെയുണ്ട് ചീഞ്ഞത്, അത് നോക്കിയിട്ട് നടക്കുന്ന ജോലിയാണ് ഈച്ചക്ക്. മക്കളെ, സത്യവിശ്വാസികളെ, ഈച്ചയെ പോലെ ആകല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദോ അതല്ലെങ്കിൽ കണ്ട ആലിമീങ്ങളോ ആരും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ പറയുന്നതിന് തിരിച്ച് നേരത്തെ ഇവിടെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇരുതല മൂർച്ചയുള്ള വാഗ്ദ്വാരണികളെ കൊണ്ട് ഈ സമൂഹത്തിന് ഇഷ്ടം പോലെ പ്രസംഗിക്കാൻ ഞങ്ങളുടെ അണിയറയിൽ ആളുകൾ യഥേഷ്ടമുണ്ട്. പക്ഷേ ആലിമീങ്ങൾ അതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ട് ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു സമൂഹത്തോടോ ഒരു വ്യക്തിയോടുള്ള വിരോധം, ആ വിരോധം മൂത്ത് 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 സത്യത്തിന് വിലയില്ലാതെ, നീതിക്ക് വിലയില്ലാതെ, ധർമ്മത്തിന് വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തിപ്പോകരുതേ. വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ശംസുല്ലുലമയുടെ, നമുക്ക് ഖമറുല്ലുലമയുടെ, നമുക്ക് അതേപോലെ തന്നെ താജുല്ലുലമയുടെ, നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമയുടെ ഈ മഹാന്മാരുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്താം. SYS-ലൂടെ, SSF-ലൂടെ, ജംഇയ്യത്തുൽ മുഅല്ലിമീനിലൂടെ, ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലാ, ഞങ്ങൾക്ക് നീ തണലാകണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു മരണം ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ICS-ന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അർഹമുർ-റഹീമായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ അവർകൾ, ബഹുമാനപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരുന്നുണ്ട്. ആ ദുആയും കൂടി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പിരിയാം. അസ്സലാമു അലൈക്കും. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد. أوصل اللهم ثواب قراءتنا وصلواتنا وبركة دعائنا هدية مقبولة منا إلى حضرة نبيك المصطفى سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء الأولياء والعلماء والشهداء والصالحين وأهل الخير كلهم أجمعين وإلى حضرات أرواح من ماتوا من آبائنا وأمهاتنا وجميع أنباتنا وأنبات المسلمين. اللهم اجعل ثواب قراءتنا وصلواتنا وبركة دعائنا زيادة لهم في فضلهم وشرفهم لديك. اللهم انفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدارين. اللهم أمدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم واحفظنا بحفظهم وأفض علينا وعلى والدينا مشايخنا وأساتذتنا وعلى أزواجنا وأولادنا وإخوتنا وأخواتنا وأحبتنا وأقربائنا.